ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മുടെ നാട്ടില് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ സെയിം ബ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് സെയിം പേരില് ഈ കുന്നംകുളം പ്രൊഡക്റ്റ് പോലെയാണ് ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ബ്രാൻഡ് പോലും അറിയാത്ത കാര്യങ്ങളാണത്. സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സാറ് പ്രോട്ടീൻ പൗഡർ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ സാറിന്റെ ക്ലയൻസിന്? ഞാൻ പ്രോട്ടീൻ പൗഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ ഡയറ്റീഷ്യൻ പ്രിസ്ക്രിപ്ഷനിൽ പൗഡറിന്റെ ബ്രാൻഡ് നെയിം ഒന്ന് പറയാമോ? അത് ഞാനല്ല പ്രിസ്ക്രൈബ് ചെയ്യണത്. ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോ ഡയറ്റീഷ്യന്റെ കൊടുത്തേക്കണ പ്രോട്ടീൻ ഡയറ്റീഷ്യൻ കൊടുക്കണ പ്രോട്ടീൻ ഫേക്ക് ആണെങ്കിൽ ഡയറ്റീഷ്യനെതിരെ ലീഗലി ആക്ഷൻ എടുക്കാനുള്ള എല്ലാവിധ നിയമവും നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ കൊടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഏത് പൗഡറാണ് അവർക്ക് കൊടുക്കണത്? ഞാൻ പ്രോട്ടീൻ ഇതുവരെ ഒരു ക്ലയന്റിന് സജസ്റ്റ് ചെയ്തിട്ടില്ല. ട്രെയിനറിന് പ്രോട്ടീൻ കൊടുക്കാനുള്ള അധികാരമില്ല. ട്രെയിനറിന് പ്രോട്ടീൻ കൊടുക്കാൻ ഏത് സർട്ടിഫിക്കേഷൻ ആണ് ട്രെയിനറിന് പ്രോട്ടീൻ കൊടുക്കുന്നത് പറയണത്? പ്രോട്ടീൻ കൊടുത്തു താങ്കൾ പറഞ്ഞല്ലോ ഞാൻ ഇന്ന ഡോക്ടറെയൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയണ കേക്ക്, നമ്മൾ ട്രെയിനർക്ക് പ്രോട്ടീൻ കൊടുക്കാനുള്ള അധികാരമില്ല. ഓക്കെ, പ്രോട്ടീൻ കൊടുക്കേണ്ടത് അവിടെ ട്രെയിനർ എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനർ എന്ന് വെച്ചാൽ അവരെ എത്ര ഗ്രാം പ്രോട്ടീൻ കൊടുക്കണം, എത്ര കാര്യങ്ങൾ കൊടുക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞിരിക്കാനുള്ള കഴിവുണ്ടാവണം. എന്ത് വേൾഡിൽ കൊടുക്കുന്ന പൗഡറാണ് കൊടുത്തേക്കണത്, അതിന് മോശമാണെന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്ത പൗഡർ ഏതാന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലയന്റിന് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡർ ഏതാന്ന് അദ്ദേഹം നോക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.